സർക്കാരുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ആശമാരുടെ സമരം മൂന്നാം ഘട്ടത്തിലേക്ക്. കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് എം.എ. ബിന്ദു അടക്കം 3 സമര നേതാക്കൾ അനിശ്ചിതകാല നിരാഹാര സമരം അല്പസമയത്തിനകം തുടങ്ങുകയാണ്. അതിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തി. പ്രതിഷേധ പന്തലിൽ നിന്ന് സമരസമിതിയുടെ പ്രതിഷേധമാണ്. ഈ 3 നേതാക്കന്മാരുടെ 3 സമരസമിതി നേതാക്കന്മാർ നിരാഹാര സമരം തുടങ്ങുകയാണ്. 11 മണിയോടുകൂടി തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ആരോഗ്യമന്ത്രി ദില്ലിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച തുടങ്ങുന്ന അതേ നിമിഷത്ത് ഇവിടെ നിരാഹാര സമരം തുടങ്ങുന്നു. ഈ കൂടിക്കാഴ്ചയിൽ പോലും പ്രതീക്ഷയില്ലാതെ നിരാഹാരത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിന്ന് അവർ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ്? അപർണ, പേരിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശാ വർക്കർമാർ 39ാം ദിവസത്തിൽ അനിശ്ചിതകാല സമരത്തിന്റെ 39ാം ദിവസത്തിൽ നിരാഹാര സമരം ആരംഭിക്കുന്നത്. 3ാം ഘട്ടമായാണ് ഈ സമരം ഇങ്ങനെ തുടങ്ങുന്നത് എന്നാണ് ആശാ വർക്കർമാർ പറയുന്നത്. സമരസമിതി നേതാവ് കൂടിയായ എം.എ. ബിന്ദു ഉൾപ്പെടെ 3 പേരാണ് ഈ നിരാഹാര സമരത്തിന്റെ ഭാഗമാകുന്നത്. ആദ്യഘട്ടത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേകം ഇരിപ്പിടങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ആ ബെഡുകളിലായിരിക്കും 3 പേരും നിരാഹാരം തുടങ്ങുക. ഏതാനും മിനിറ്റുകൾക്കകം അവരവിടേക്ക് എത്തും. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ വേദിയിൽ നടക്കുന്നുണ്ട്. നിരവധി ആളുകൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാവിലെ മുതൽ ഈ സമരപ്പന്തലിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. UDF-ന്റെ പ്രമുഖ നേതാക്കൾ VM സുധീരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ രാവിലെ ഇവിടെ എത്തി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും വൈകാതെ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിരാഹാര സമരത്തിന് ഇന്ന് തുടക്കമാകുന്നത്. ഇന്നലെയാണ് 2 വട്ടം ചർച്ചകളും പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇനി പ്രതിഷേധം കടുപ്പിക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്ന് പറഞ്ഞ് ഈ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 11 മണി മുതൽ ഈ നിരാഹാര സമരം ആരംഭിക്കുമെന്നും 3 പേരായിരിക്കും ആദ്യഘട്ടത്തിൽ നിരാഹാരം ഇരിക്കുകയെന്നും അവർ വ്യക്തമാക്കിയത്. അവരുടെ ആരോഗ്യനില മോശമാകുന്നതിനനുസരിച്ച് മറ്റുള്ളവർ സമരം ഏറ്റെടുക്കും. അങ്ങനെ ഒരു റിലേ മോഡലിലായിരിക്കും ഇവിടെ ഈ സമരം ഇനി തുടരുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യം 3 പേർ, എം.എ. ബിന്ദു ഉൾപ്പെടെ ആദ്യം 3 പേർ ഈ നിരാഹാരം ഇരിക്കുന്നവർ വേദിയിലേക്ക് എത്തുകയാണ്. എന്തായാലും ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ്. സർക്കാരിനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ കഴിഞ്ഞ 39 ദിവസമായി തുടരുന്ന ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല സമരം. 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ സമരം അവർ ആരംഭിച്ചത്. ഇപ്പോഴും ആ ആവശ്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതായത് വിരമിക്കൽ പ്രായം 62 വയസ്സിൽ അത് ആനുകൂല്യങ്ങൾ വിരമിക്കൽ പ്രായത്തിനൊപ്പം പ്രഖ്യാപിക്കുക. അത് 5 ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകുക. നിലവിലെ 7,000 രൂപ ഓണറേറിയം 21,000 വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ പെൻഷൻ അനുവദിക്കുക. ഈ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി 10 അവർ തുടക്കമിട്ട പ്രതിഷേധമാണ് കേരളം പിന്നീട് വലിയ തരത്തിൽ സമാനതകളില്ലാതെ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ മാറിയത്. എന്തായാലും നിരാഹാര സമരം ഇവിടെ ആരംഭിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. മുദ്രാവാക്യം വിളികളോടെ ആദ്യഘട്ടത്തിൽ നിരാഹാരം ഇരിക്കുന്ന 3 പേരെ ഈ വേദിയിലേക്ക് സമരസമിതി എത്തിക്കുകയാണിപ്പോൾ. കൂടുതൽ പേർ പിന്തുണയുമായി ഇന്ന് സമരപന്തലിൽ വരുന്ന ഒരു കാഴ്ച കൂടി ഡാനിലേക്ക് വരാം. അവർ സംസാരിക്കുന്നു നിരാഹാര സമരത്തിന് തൊട്ടു മുമ്പായി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി.
നടന്നുവരുന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ഈ 39 ദിവസം ഡാൻ വളരെ കൂടുതൽ പിന്തുണകൾ വി എം സുധീറിനടക്കമുള്ളവർ നേരത്തെ സമരപന്തലിലെത്തി. അതായത് ഒരു പട്ടിണി സമരം, നിരാഹാര സമരം മുന്നിൽ വെക്കുമ്പോൾ അത് കൂടുതൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ, കൂടുതൽ പിന്തുണകൾ ഏത് തരത്തിൽ കൂടിയാണ് ഈ 39ാം ദിവസമാകുന്ന സമരത്തിലേക്ക് വന്നു ചേരുന്നത്? ഒരു ഘട്ടം പ്രഖ്യാപിച്ചതാണ്. അതാണ് അപർണ, ഒരു ഗാന്ധിയൻ സമരശൈലി അവർ പിന്തുടരുകയാണ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ഘട്ടത്തിൽ പോലും ഇതൊരു പ്രകോപനത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ രണ്ടാം ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് നടന്ന പ്രതിഷേധത്തിൽ MG റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചപ്പോൾ പോലും അത് മറ്റൊരു തരത്തിൽ പ്രകോപനത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇത് ഇപ്പോൾ ഈ സമരവേദിയിലേക്ക് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ മുദ്രാവാക്യം മുഴക്കി സെക്രട്ടേറിയറ്റ് പരിസരത്ത് കൂടി ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം, അത് ഈ മൂന്നാം ഘട്ടത്തിലേക്ക് ഈ സമരം കടക്കുമ്പോൾ, അത് അനിശ്ചിതകാല സമരത്തിന് വഴി മാറുമ്പോൾ അത് സർക്കാരിന് മുമ്പിൽ വലിയൊരു പ്രതിരോധം തീർക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുകയാണ്. എന്തായാലും വലിയ സുരക്ഷ പോലീസ് ഒരുക്കുന്നുണ്ട് ഈ മറ്റ് പ്രകോപനങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ. ഒരു വശത്ത് INTUC-യുടെ സമരം പുരോഗമിക്കുന്നു അംഗൻവാടി അധ്യാപകരുടെ നേതൃത്വത്തിൽ, മറുവശത്ത് വിവിധ സംഘടനകൾ ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് പ്രതിഷേധവുമായി വരുന്ന ഒരു പശ്ചാത്തലം. അതിനിടയിലാണ് ഈ ആശാ വർക്കർമാരുടെ സമരം അത് 39ാം ദിവസത്തിലേക്ക് കടക്കുകയും അത് കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരാഹാരം ഇരിക്കുക എന്നൊരു തീവ്ര സമരത്തിലേക്ക് അവർ കടക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ യസ്മിനി സമരസമിതിക്ക് നേതൃത്വം നൽകുന്ന ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് യസ്മിനി ഈ സമരപന്തലിൽ സംസാരിക്കുകയാണ്. ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ഔപചാരികമായി തന്നെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് 39ാം ദിവസമാണ്. ഇന്ന് ഒരു അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോകാൻ നമ്മൾ നിർബന്ധിതമായത് ഏവർക്കും അറിയാം. ഫെബ്രുവരി 10-ാം തീയതി ഈ തെരുവിലേക്ക് സമരവുമായി വരുമ്പോൾ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു, വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഒരു ആശയക്കുഴപ്പവും സമരസമിതിയെ സംബന്ധിച്ചില്ല. വളരെ വ്യക്തമാണ് ഡിമാൻഡുകൾ. സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നുമുള്ള അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല. ഇന്നലെയും ഒരു ചർച്ച നടന്നത് ഈ ലോകം മുഴുവൻ വീക്ഷിച്ചതാണ്. ചർച്ച വെറും ഒരു പ്രഹസനമായിരുന്നു നമുക്ക് പറയേണ്ടി വരും. ഒരു കാര്യവും ഒരു ആലോചനയും ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഞങ്ങളോട് ചില കാര്യങ്ങൾ പറയുകയും സമരം അവസാനിപ്പിച്ച് പോകണമെന്ന് മന്ത്രി അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു അഭ്യർത്ഥനയുടെ പുറത്ത് പോകാനുള്ളതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് നിരാഹാര സമരം തുടങ്ങുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മളുടെ ഈ നിരാഹാര സമരം ഔപചാരികമായി ആരംഭിക്കുന്നു. 3 പേർ ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനമുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി MA ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ നിരാഹാര സമരം ഇവിടെ നടക്കുന്നത്. 39 ദിവസം നടത്തുന്ന അതികഠിനമായ സഹന സമരത്തിനൊടുവിലാണ് ഞങ്ങൾ ഈ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത്. കൂടെ തങ്കമണിയും ശ്രീമതി ഷീജയും രണ്ടുപേരും ആശാ വർക്കർമാരാണ്. മന്ത്രി എല്ലാ ചർച്ചയിലും, അല്ലെങ്കിൽ നേതാക്കന്മാർ എല്ലാ ചർച്ചയിലും നേതൃത്വത്തെയും ആശാ വർക്കർമാരെയും രണ്ടായി ചിത്രീകരിക്കുവാനുള്ള വളരെ ഗൂഢമായ പരിശ്രമങ്ങൾ നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയാണ് ട്രേഡ് യൂണിയനിൽ അതത് മേഖലയിൽ നിന്ന് മാത്രമുള്ള ആളുകളാണോ ആ ട്രേഡ് യൂണിയൻ അകത്തിരിക്കുന്നത്? അപ്പോൾ അതിന്റെ ഒരു ബാലപാഠം പോലും അറിയാതെ ഇത്തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പല കുൽസിത ശ്രമങ്ങൾ നടത്തിയിട്ടും അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് അതിജീവിച്ചാണ് ഈ സമരം മുന്നേറുന്നത്. ഇവിടെ ഒരു നേതൃത്വത്തെയും ഒരാശയം ഒറ്റപ്പെടുത്താൻ ഇവിടെ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ നിരാഹാര സമരം മുഖത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ തന്നെ ഉണ്ടെന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് 3 പേരെയും ഈ സമരസമിതിക്ക് വേണ്ടി കഴിഞ്ഞ 39 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് വേണ്ടി ഈ കേരളത്തിന്റെ മുന്നിൽ ഞങ്ങൾ അഭിമാനപൂർവ്വം നിരാഹാരം കിടക്കാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തത്, പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ, ഇതൊരു സ്വന്തം വിഷയമായി കണ്ടുകൊണ്ട് ആശാവർക്കർമാർ അനുഭവിക്കുന്ന വിഷയത്തെ സ്വന്തം ജീവിത പ്രശ്നമായി കണ്ടുകൊണ്ട് ഈ സമരത്തോടൊപ്പം നിന്നുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഈ സമരത്തിന്റെ ന്യായയുക്തത കൊണ്ടെത്തിച്ച മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും
ഞങ്ങൾ ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 10-ാം തീയതി മുതൽ ഇവിടെ വന്ന ഈ 39 ദിവസവും നൂറുകണക്കിന് സംഘടനകൾ, വ്യക്തികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകൾ, അതുപോലെ തന്നെ കലാരംഗത്തുള്ള ആളുകൾ തുടങ്ങി സർവ്വ മേഖലയിലെ ആളുകളും വന്ന് ഞങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ സമരഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നമ്മുടെ നിരാഹാരം ആരംഭിക്കാനുള്ള സമയം നേരത്തെ പ്രഖ്യാപിച്ചനുസരിച്ച് അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നേരെ നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ പ്രിയപ്പെട്ട ഡോക്ടർ KG താരയെ ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമരപ്പന്തലിൽ നിന്ന് ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു മൂന്ന് സമരസമിതി നേതാക്കന്മാർ. അങ്ങനെ എല്ലാ ദിവസവും 3 സമരസമിതി നേതാക്കന്മാർ നിരാഹാരം നടത്തും. അങ്ങനെ അനിശ്ചിതകാല നിരാഹാരമാണ് ആശാ സമരത്തിന്റെ 3ാം ഘട്ടമായി നടത്തുന്നത്. നേരത്തെ സമരസമിതി നേതാവ് മിനി പറഞ്ഞത് തന്നെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ആശാ വർക്കർമാരല്ല എന്നുള്ള CPM-ന്റെ അടക്കമുള്ള പരിഹാസത്തെ വേദനയോടുകൂടിയാണ് കാണുന്നത് എന്ന് ആ പ്രതിഷേധ പന്തലിൽ തന്നെ അവർ പറയുന്നു. കൂടുതൽ പിന്തുണകൾ സമരപന്തലിലേക്ക് എത്തുന്നത് ഇതിന്റെ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നും സമരം കടുപ്പിച്ചുകൊണ്ട് ആശമാർ പ്രതികരിക്കുകയാണ്. നിരാഹാര സമരം തുടങ്ങുന്നു. ഡാൻ കുര്യനിലേക്ക്. ഡാൻ, വിമർശിക്കുന്നവർക്കുള്ള മറുപടി, ഒപ്പം സർക്കാരിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു, ഈ നടത്തുന്ന ചർച്ചകൾ പോലും പ്രഹസനമാണ് എന്നുള്ള ആ ഒരു പ്രതീക്ഷ കെട്ട അവസ്ഥയിലേക്ക് ആശമാർ വരുന്നു. അപ്പോഴും സമരത്തിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുന്നില്ല. സമരം കൂടുതൽ കടുപ്പിക്കുന്നു. എത്ര മുന്നോട്ട് പോയാലും എന്നുള്ളൊരു തീരുമാനം അത് തന്നെയായിരുന്നു സമരസമിതി നേതാക്കന്മാരുടെ വാക്കുകളിൽ, അല്ലേ? അപർണ, തീർച്ചയായിട്ടും, അതായത് ഇതിനെ ഒരു 3ാം ഘട്ടമെന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ട് നിരാഹാര സമരം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. തുടർച്ച അതിനൊരു മാറ്റമില്ല എന്ന് വ്യക്തമാക്കിയാണ് അവർ ഈ സമരത്തിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. 3 പേർ, ഷീജ തങ്കമണി, അതോടൊപ്പം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ MA ബിന്ദു. അങ്ങനെ 3 പേരാണ് ഈ 3 ബെഡുകളിലായി നിരാഹാരം ആരംഭിക്കുന്നത്. ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. വലിയ ചൂടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തകർത്തു പെയ്യുന്ന മഴയുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ 39 ദിവസങ്ങളിലായി ഈ സമരം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഈ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തുന്നുണ്ട്. UDF-ന്റെ ഒരു പറ്റം നേതാക്കന്മാർ ഇതിനോടകം തന്നെ രാവിലെ മുതൽ VM സുധീരന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിരുന്നു. ചിലർ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ ഇവിടെ നിൽക്കുന്നത് ആ അപമാന ഭാരവും പേറിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, അവരിവിടെ വരുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം അത് ശാസ്ത്രത്തിന്റെ ഒരു നിയമമാണ്. ഞാന് എന്റെ വീട്ടിൽ നിന്നൊരു സാധനം കൊണ്ടുവന്നു.
ചെറിയ ഈ ചെടിക്ക് ഞാനിത് പ്ലാസ്റ്റിക് കവറിലിട്ട് വെള്ളമൊഴിക്കാതെ വെയിൽ തട്ടാതെ വച്ചാൽ ഈ ചെടി കരിഞ്ഞു പോകും. അത് നിങ്ങളെ ഈ വെയിലത്തും മഴയത്തും നിർത്തിയിരിക്കുന്നത് പുതുനാമ്പുകൾ മുളച്ചു വരാനാണ്. ആ നല്ല മനസ്സിന് ഒരു 100 കോടി നമസ്കാരം പറയാനാണ് കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഈശ്വര വാര്യർ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ. എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ നിങ്ങൾ എന്തിനു മഴയത്ത് കിടത്തിയിരിക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ ഈ ഭരണകൂടത്തിന് എതിരായി ഒരു 100 ചൂണ്ടുവിരലുകൾ ഉയർന്നു വരും. നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ മഴയത്തും വെയിലത്തും കിടത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വരിക തന്നെ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ രാഷ്ട്രീയം ഇവിടെ പച്ചയ്ക്ക് പറയുകയാണ്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ അതിനെതിരായും ഹിന്ദുവെന്ന് മുസൽമാനായും എന്ന് പറഞ്ഞ് ജനങ്ങളെ വേർതിരിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന RSSനും BJPക്കും എതിരായും